ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റായി അമേരിക്കയിൽ എത്തിയ ശേഷം ലോകത്തിലും അമേരിക്കയിലും പല മാറ്റങ്ങളും സംഭവിച്ചു. അമേരിക്കയുടെ കാര്യമെടുത്ത് പരിശോധിച്ചാൽ കുടിയേറ്റ നിയമങ്ങളിൽ കർശനമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നു. H-1B വിസയുടെ ഫീസ് കൂട്ടി. ഇനി ലോകത്തിന്റെ കാര്യത്തിലാണെങ്കിൽ മറ്റ് ലോകരാജ്യങ്ങൾക്ക് മേൽ അന്യായമായി താരിഫ് വർദ്ധിപ്പിച്ചു. ഇതിനെല്ലാം പുറമെ ഇസ്രായേലുമായി ചേർന്ന് ഇറാനെ ആക്രമിച്ചു. പശ്ചിമേഷ്യ സംഘർഷഭരിതമാക്കി. ലോകത്ത് സമാധാനം തുടച്ചു നീക്കുന്ന അവസ്ഥയിൽ വരെ കൊണ്ടെത്തിച്ചു കാര്യങ്ങൾ. പശ്ചിമേഷ്യ ഇപ്പോഴും സംഘർഷഭരിതമാണ്. ഇറാനുമായുള്ള യുദ്ധത്തിന് അറുതിയായിട്ടില്ല. അങ്ങനെ നിരവധി മാറ്റമാണ് അമേരിക്കയിലും ലോകത്തിലുമെല്ലാം ഉണ്ടായത്. അതിൽ എടുത്തു പറയേണ്ട ചില കാര്യങ്ങളാണ് പശ്ചിമേഷ്യയിൽ സംഭവിച്ചതും അമേരിക്കയിൽ കുടിയേറ്റ നിയമങ്ങളിൽ കർശന കടുംപിടുത്തം കൊണ്ടുവന്നതുമെല്ലാം. അപ്പൊ അമേരിക്കയുടെ കാര്യമാണെങ്കിൽ H-1B വിസയുടെ ഫീസ് കുത്തനെ കൂട്ടിയത് കൊണ്ട് ഒരുപാട് പ്രവാസികളുടെ കാര്യം ബുദ്ധിമുട്ടിലായി. മാത്രമല്ല, മുമ്പത്തെ പോലെ അമേരിക്കൻ വിസ കിട്ടാൻ ഇപ്പോൾ അത്ര എളുപ്പമല്ല. മാസങ്ങളും വർഷങ്ങളും നീളുന്നുണ്ട് വിസ അഭിമുഖങ്ങൾ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് നടപടിക്രമങ്ങൾ വർദ്ധിച്ചു. അങ്ങനെ ഒരു ഏകാധിപതിയുടെ മട്ടിലാണ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണം എന്ന് പറയാതെ വയ്യ. അമേരിക്കയിൽ കഴിഞ്ഞ വർഷം കുടിയേറ്റ നിയമങ്ങളിൽ ചില പ്രത്യേക നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നു. അതായത് കഴിഞ്ഞ വർഷം ഡൊണാൾഡ് ട്രംപ് യാത്രാവിലക്കുള്ള 39 രാജ്യങ്ങളിൽ നിന്നുള്ള വിദേശ പൗരന്മാരുടെ ഗ്രീൻ കാർഡ്, വർക്ക് പെർമിറ്റ്, പൗരത്വം തുടങ്ങിയ കുടിയേറ്റ ആനുകൂല്യങ്ങൾ പൂർണ്ണമായും മരവിപ്പിച്ചുകൊണ്ട് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. ഇപ്പൊ ഇതിന് ഡൊണാൾഡ് ട്രംപിന് തിരിച്ചടി കിട്ടിയിരിക്കുകയാണ് കോടതിയിൽ നിന്ന്. ട്രംപിന്റെ ഈ കടുത്ത വിസ വിലക്കുകൾക്കും കുടിയേറ്റ നിയന്ത്രണങ്ങൾക്കും തിരിച്ചടി നൽകിയിരിക്കുകയാണ് US കോടതി. യാത്രാ നിരോധനം ഏർപ്പെടുത്തിയ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളുടെ ഗ്രീൻ കാർഡുകൾ, വർക്ക് പെർമിറ്റുകൾ, പൗരത്വം എന്നിവ മരവിപ്പിച്ചുകൊണ്ടുള്ള US സർക്കാരിന്റെ നടപടികൾ കോടതി തടഞ്ഞു. US സർക്കാരിന്റെ നടപടികൾ നിയമവിരുദ്ധം എന്ന് കോടതി പ്രഖ്യാപിച്ചു. യാത്രാവിലക്കുള്ള രാജ്യങ്ങളിൽ നിന്നും US-ൽ കഴിയുന്നവർക്ക് ഏറെ ആശ്വാസമാണ് ഈ കോടതി വിധി. ഇനി എന്താണ് പുതിയ കോടതി വിധി എന്ന് പരിശോധിച്ചാൽ, ട്രംപ് ഭരണകൂടം കഴിഞ്ഞ വർഷം യാത്രാവിലക്കുള്ള 39 രാജ്യങ്ങളിൽ നിന്നുള്ള വിദേശ പൗരന്മാരുടെ ഗ്രീൻ കാർഡ്, വർക്ക് പെർമിറ്റ്, പൗരത്വം തുടങ്ങിയ കുടിയേറ്റ ആനുകൂല്യങ്ങൾ പൂർണ്ണമായും മരവിപ്പിച്ചിരുന്നു. എന്നാൽ ഈ വിലക്ക് നിയമവിരുദ്ധമാണെന്ന് കോടതി കണ്ടെത്തി. 135 പേജുകളുള്ള അതിനിർണായകമായ വിധിയാണ് കോടതി പുറപ്പെടുവിച്ചത്. അപേക്ഷകർക്ക് വിലക്ക് ഏർപ്പെടുത്തിയത് നിയമവിരുദ്ധമാണെന്ന് കോടതി വ്യക്തമാക്കി. ട്രംപ് ഭരണകൂടത്തിന്റെ യാത്രാവിലക്ക് ലിസ്റ്റ് വിപുലീകരിച്ചുകൊണ്ട് നടപ്പാക്കിയ നയങ്ങൾക്കാണ് തിരിച്ചടി നേരിട്ടത്. ഇനി എന്തായിരുന്നു ട്രംപ് ഭരണകൂടത്തിനെതിരായ കേസെന്ന് കൂടി നോക്കാം. US-ലെ വാഷിംഗ്ടൺ DC-യിൽ നടന്ന വെടിവെപ്പിൽ 2 നാഷണൽ ഗാർഡ് അംഗങ്ങൾ വെടിയേറ്റു മരിച്ച സംഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ട്രംപ് ഭരണകൂടം ഈ തീരുമാനത്തിലേക്ക് എത്തിയത്. ഇതിനൊരു അഫ്ഗാൻ പൗരനെ US പോലീസ് അറസ്റ്റ് ചെയ്തു. 2021-ലാണ് അഫ്ഗാൻ പൗരൻ US-ൽ എത്തിയത്. ഇയാൾക്ക് 2025-ൽ US-ൽ നിയമപരമായി അഭയം ലഭിക്കുകയും ചെയ്തു. വെടിവെപ്പ് സംഭവം നടന്നതോടുകൂടി ട്രംപ് ഭരണകൂടം ദേശീയ സുരക്ഷ മുൻനിർത്തി നിയമപരമായ കുടിയേറ്റ പ്രക്രിയകൾ കൂട്ടത്തോടെ മരവിപ്പിക്കാൻ തീരുമാനിച്ചു. ഈ മരവിപ്പിക്കൽ പ്രക്രിയയ്ക്കാണ് ഇപ്പോൾ തിരിച്ചടി നേരിട്ടിരിക്കുന്നത്. ഇനി നമുക്ക് കോടതിയുടെ നിരീക്ഷണങ്ങൾ എന്തെല്ലാമാണെന്ന് കൂടി ഒന്ന് നോക്കാം. കുറ്റക്കാർ എന്ന് പറഞ്ഞ രാജ്യക്കാർക്ക് കോടതി പൂർണ്ണ പിന്തുണയാണ് പ്രഖ്യാപിച്ചത്. US കുടിയേറ്റ ഏജൻസിയെയും അവരുടെ നടപടികളെയും കോടതി രൂക്ഷമായി തന്നെ വിമർശിക്കുകയും ചെയ്തു. കുറ്റക്കാർ എന്ന് ആരോപിക്കപ്പെടുന്ന വ്യക്തികൾ നേരായ മാർഗത്തിലൂടെ എല്ലാ പേപ്പർ വർക്കുകളും പൂർത്തിയാക്കുകയും നേരിട്ട് ഇന്റർവ്യൂകളിൽ പങ്കെടുക്കുകയും ബയോമെട്രിക്സ് വിവരങ്ങൾ നൽകുകയും ഫീസുകൾ അടയ്ക്കുകയും ചെയ്തവരാണെന്ന് കോടതി നിരീക്ഷിച്ചു. എല്ലാ നിയമങ്ങളും കൃത്യമായി പാലിച്ച് രാജ്യത്തേക്ക് പ്രവേശിച്ചവർക്കുള്ള ഉത്തമ ഉദാഹരണമാണെന്നും കോടതി സൂചിപ്പിച്ചു. എന്നാൽ അവർക്ക് ആനുകൂല്യം നിഷേധിച്ച ഇമിഗ്രേഷൻ അധികൃതരുടെ നടപടിയെ കോടതി രൂക്ഷ ഭാഷയിലാണ് വിമർശിച്ചത്. US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസിന് ഇത്തരമൊരു നയം നടപ്പിലാക്കാൻ യാതൊരു നിയമപരമായോ ഭരണപരമായോ ഉള്ള അധികാരമില്ലെന്നും കോടതി വ്യക്തമാക്കി. ദേശീയ സുരക്ഷ എന്ന പദം ഉപയോഗിച്ച് കുടിയേറ്റ വിരുദ്ധ നടപടികളാണ് ഏജൻസികളുടെ ഭാഗത്തു നിന്നുണ്ടായതെന്ന പരാമർശവും കോടതി നടത്തി. കോടതി പൂർണ്ണമായും റദ്ദാക്കിയ ട്രംപ് ഭരണകൂടത്തിന്റെ 4 പ്രധാന കുടിയേറ്റ നയങ്ങളാണ്. ഇതിൽ ആദ്യത്തേത് യാത്രാവിലക്ക് ഏർപ്പെടുത്തിയ 39 രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാരുടെ സ്റ്റാറ്റസ് മാറ്റം, വർക്ക് പെർമിറ്റ്, പൗരത്വം എന്നിവയ്ക്കുള്ള അപേക്ഷകൾ അനിശ്ചിത കാലത്തേക്ക് മരവിപ്പിക്കുന്ന നയമായ ദി ബെനിഫിറ്റ്സ് ഹോൾഡ് പോളിസി കോടതി പൂർണ്ണമായും റദ്ദാക്കി. രണ്ടാമത്തേത്, അപേക്ഷകർ ഏത് രാജ്യക്കാരനാണെന്ന് നോക്കാതെ തന്നെ എല്ലാ തരത്തിലുള്ള അഭയാപേക്ഷകളുടെയും തീർപ്പു കൽപ്പിക്കൽ പൂർണ്ണമായി തടഞ്ഞുവെക്കുന്ന ദി ഗ്ലോബൽ അസൈലം ഹോൾഡ് പോളിസിയെയും റദ്ദാക്കി.
ഇനി മൂന്നാമത്തേതിലേക്ക് വന്നാൽ 2021 ജനുവരി 20-നോ അതിനുശേഷമോ യാത്രാവിലക്കുള്ള രാജ്യങ്ങളിൽ നിന്ന് US-ലേക്ക് എത്തിച്ചേരുകയും ഇതിനകം കുടിയേറ്റ ആനുകൂല്യങ്ങൾക്ക് അംഗീകാരം ലഭിക്കുകയും ചെയ്ത വ്യക്തികളുടെ അപേക്ഷകൾ വീണ്ടും പരിശോധിച്ച് പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കാൻ ഉദ്യോഗസ്ഥരെ നിർബന്ധിക്കുന്ന ട്രംപിന്റെ നയമായ ദി കോംപ്രഹെൻസീവ് റിവ്യൂ പോളിസിയും കോടതി റദ്ദാക്കി. ഇനി നാലാമത്തേത് പുതുക്കിയ USCIS പോളിസി മാനുവൽ വഴി യാത്രാവിലക്കുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള അപേക്ഷകൾ പരിഗണിക്കുമ്പോൾ അവരുടെ രാജ്യവുമായി ബന്ധപ്പെട്ട ഘടകങ്ങളെ ഒരു നെഗറ്റീവ് പോയിന്റായി കണ്ട് അപേക്ഷകൾ തള്ളാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയ നയമായ ദി കൺട്രി സ്പെസിഫിക് ഫാക്ടേഴ്സ് പോളിസിയും റദ്ദ് ചെയ്തു. എന്തായാലും കോടതിയുടെ ഈ ഉത്തരവ് ട്രംപിനേറ്റ കനത്ത തിരിച്ചടിയാണ്.